ഉള്ള അല്പനിമിഷം നാം ദൈവവചനത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. സകല കഷ്ടത്തെയും ജയിച്ചവനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു നാളും നിങ്ങൾ അനാഥരാകുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. കുറഞ്ഞു എന്ന് കാണുമ്പോൾ അടുക്കലേക്ക് കടന്നു വന്ന് നിറപ്പാൻ ഞാനുണ്ടായിരിക്കും. അതുകൊണ്ട് ഭയപ്പെടാതെ എൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുമെങ്കിൽ അന്ത്യത്തോളം ഞാൻ നിങ്ങളെ കരം പിടിച്ച് നടത്താമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുവാൻ കാലമായി. കർത്താവിൻ്റെ വരവ് താമസിച്ചത് കൊണ്ട് ഭൂമിയുടെ മുകൾപ്പരപ്പിൽ ഒരു പകൽക്കാലം കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ഉപവാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി ദൈവപാദപ്പെടുത്തലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ആകയാൽ ഈ പകൽക്കാലം അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 11 മുതൽ താഴോട്ട് ചില വാക്യങ്ങളെ നമുക്ക് വായിക്കാം. എല്ലാവരും വിശുദ്ധ തിരുവെഴുത്തിൽ 23 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. 11 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. രാത്രിയിൽ കർത്താവ് തൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നു കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ൽ അധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു, ഞങ്ങൾ പൗലോസിനെ കൊന്നു കളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപന്മാരോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസിനെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടും പൗലോസിൻ്റെ വായിലൂടെ വരുന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് അനേക പാപികൾ മാനസാന്തരപ്പെടുകയും ശാപത്തിൽ കിടന്നവരും രോഗത്തിൽ കിടന്നവരും വിടുതൽ പ്രാപിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ദേശത്തെ പ്രമാണിമാരുടെ ലാഭം കുറഞ്ഞു പോയി എന്ന് അവർ തിരിച്ചറിഞ്ഞു. ദേശം മുഴുവനും യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദേശത്തെ പ്രമാണിമാരും ന്യായശാസ്ത്രിമാരും എങ്ങനെയും പൗലോസിനെ ഒടുക്കിക്കളയണം എന്ന് ചിന്തിച്ച് കൂട്ടം കൂടി. 40ഓളം സഹോദരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുഴഞ്ഞ ചേറ്റിലും അന്ധകാരത്തിലും കിടന്ന നിങ്ങളെയും എന്നെയും കർത്താവ് വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ ഇന്നുവരെയും നിൻ്റെയും എൻ്റെയും ഉയർച്ച കണ്ടിട്ട് നീയും ഞാനും തകർന്നു കിടന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ നിനക്കും എനിക്കുമെതിരെ ശത്രു ആടകോരി നിന്നിട്ട് നിന്നെയും എന്നെയും ദേശത്ത് നിന്ന് ഓടിക്കണതിന് പദ്ധതികൾ ഒരുക്കി ചില വ്യക്തിത്വങ്ങൾ അതിൻ്റെ സ്ഥാനത്തും മാനത്തും നിന്നുകൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ഇത് ലോകത്തിനൊരു വിപ്ലവകാരി ചെയ്തെടുത്ത ശുശ്രൂഷയല്ല, പിന്നെയോ മാനവരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന കർത്താവ് നൽകി തന്ന വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തതയാ. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ പാലിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ആ വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ പിൻപറ്റുവാൻ ശ്രമിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ പോരാട്ടമുണ്ടാകും. സ്തോത്രം. എന്നാൽ ഈ പകൽക്കാലം വ്യക്തമായി പറയട്ടെ, പോരാടുന്ന ശത്രു നിന്നെ ജയിക്കുകയില്ല എന്ന് നീ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുഴുമഹത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ
പോരാടിയ ശത്രുവിൻ്റെ പോരാട്ടം ചെറുതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ മാനവരാശിയുടെ നടുവിൽ നിൽക്കുന്ന നിന്നോടും എന്നോടും ശത്രു അതിലും ശക്തമായി പോരാടും എന്ന് തിരിച്ചറിയണം. നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളയുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർത്ത് കളയുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത കെടുത്തുവാൻ പിശാചാകുന്നിടത്തോളം നിനക്കെതിരെ പോരാടും. എന്നാൽ കൃപയിൽ നിന്ന് വീണു പോകാതെ ഇരിക്കേണ്ടതിന് കർത്താവിൽ ആശ്രയിക്കുക, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാ പറയുന്നത്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവ പൈതലേ, ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നത് കൊണ്ട് അവയൊന്നും നിന്നെ തൊടുകയില്ല എന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ ദേശത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കടന്നു പോകുമ്പോൾ സ്തോത്രം, ലോകത്തിൽ ആരും നിനക്കെതിരെ നിന്നില്ലെങ്കിലും പിശാചി ചിലരെ നിനക്കെതിരെ കൊണ്ടുവരും. സ്തോത്രം, ന്യായാധിപ സംഘങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പൈശാചിക ശക്തികൾ എഴുന്നേറ്റ് വരും. എന്തിനാണെന്നറിയാമോ? നീ മൂലം ദേശത്ത് ദൈവനാമം മഹത്വപ്പെടും എന്നുള്ളത് കൊണ്ട് നിന്നെ ഒതുക്കി കെട്ടുവാൻ. എന്നാൽ ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സകല കഷ്ടവും മറന്ന് കണ്ണുനീരോടെ നീ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് വരെ ഉത്തരം തന്ന് നിന്നെ കരം പിടിച്ച് നടത്തിയെങ്കിൽ ഈ നല്ല പകലിൽ ഞാൻ പറയട്ടെ, ലോകം പറയുന്നത് കേട്ടിട്ട് കുഞ്ഞേ, നിന്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ അവൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേശത്തെ തലയുയർത്തി നിന്നിട്ട് പറ: മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിയുടെ മുകൾപ്പരപ്പിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന്. അത് നീ പറയുമ്പോൾ നീ ഉയർത്തപ്പെടും, നിന്റെ സന്തതി ഉയർത്തപ്പെടും, നീ ആയിരിക്കുന്ന ദേശത്ത് നിന്റെ ഭവനം ഉയർത്തപ്പെടും. അങ്ങനെ നീ ഉയരരുത് എന്നൊരു ഒറ്റ പദ്ധതിയാണ് പിശാചിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിൽ പൗലോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക: പൗലോസേ, നീ ഭയപ്പെടണ്ട. സ്വത്രം പൗലോസേ, നീ ഭയപ്പെടണ്ട. നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ ചെന്നെന്നെ സാക്ഷീകരിക്കും. എന്തിനാ ദൈവത്തിൻ്റെ ദൂതൻ ആ രാത്രിയിൽ പൗലോസിനോട് പറഞ്ഞെന്നറിയാമോ? തൻ്റെ മുമ്പിൽ തടസ്സവാദങ്ങളുമായി ഒരുപാട് പേര് അടുത്ത പ്രഭാതത്തിൽ വരാൻ പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഈ നല്ല പകലിൽ ഒരു പക്ഷേ നിനക്ക് തോന്നാം നിനക്കൊരു പ്രതികൂലവും വരത്തില്ല. എന്നാൽ അടുത്ത പകൽക്കാലം നീ കാണുന്ന ശുഭതയായിരിക്കത്തില്ല. നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നത് പ്രതികൂലത്തിൻ്റെ കാറ്റായിരിക്കും. ആ പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ പിന്നത്തിൽ ആ സങ്കടം വരാൻ പോകും. അതുകൊണ്ട് ആ സങ്കടം വരുമെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് ലഭിക്കുന്ന സമയം ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ നീ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവവചനപ്രകാരം നീ യാത്രയെ ശ്രമിച്ചാൽ അടുത്ത പകൽക്കാലം ഒരു ശത്രുവിനെ തൊടാതെ വേണം സ്വർഗം നിന്നെ സൂക്ഷിക്കും. സർവശക്തനായ കർത്താവ് സ്തോത്രം പൗലോസിനോട് പറയുകയാണ്: നാളെ നിന്റെ മുമ്പിൽ സ്തോത്രം പ്രതികൂലങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന്. സ്തോത്രം. എന്തുകൊണ്ടാണ് പൗലോസിന് നേരെ ഇങ്ങനൊരു പ്രതികൂലം കടന്നു വന്നതെന്നറിയാമോ? സ്തോത്രം. പൗലോസ് കട്ടട്ടല്ല, മോട്ടിച്ചിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, രാജ്യത്ത് മതവർഗീയത ഇളക്കെ വിട്ട് സ്തോത്രം ജനത്തെ തമ്മിലടിപ്പിച്ചനല്ല, പാപത്തെയും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം ദേശത്ത് അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചതുകൊണ്ടാണ്. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ലോകത്തോട് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഘോഷിപ്പാൻ പുറപ്പെട്ടത് കൊണ്ടാണ്. സ്തോത്രം. ഈ നല്ല പകലിൽ ദൈവമക്കളെ, ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെയും ദേശം പഴിക്കുന്നത്
ദുഷിക്കുന്നത്, കുറ്റം പറയുന്നത്, നിങ്ങൾ കട്കാനും മോട്ടിക്കാനും പിടിച്ചു പറിക്കാനും കൂട്ടുനിന്നത് കൊണ്ടല്ല, പിന്നെയോ ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിലും വേർപാടും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് കണ്ടതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം പറയട്ടെ, ലോകം പറയുന്ന വാക്ക് കേട്ടിട്ട് ദൈവസന്നിധിയിൽ അകന്നു പോകാതെ കൂടുതൽ കൂടുതൽ ആത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ട് ദൈവത്തോടു കൂടെ ചേർന്നതിൽ നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അബ്രഹാമേ, നിന്റെ ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ അപ്പനുണ്ടാക്കി തരുന്ന ജീവനില്ലാത്ത ബിംബങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് നിന്റെ ഉപജീവനം കഴിക്കുവാൻ നീ ആഗ്രഹിച്ച് നീ യാത്ര ചെയ്തിട്ടും നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ഒരു നന്മയോ ഒരു സന്തോഷമോ ഇല്ലെങ്കിൽ ഒരു തലമുറയോ കണ്ട് നിനക്ക് ജീവിപ്പാൻ ഭാഗ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ മാത്രമല്ല, നീ കൊടുക്കുന്ന ഈ ബിംബങ്ങൾ കൊണ്ടുപോയവർ പോലും ജീവിതത്തിൽ തകർന്നുകൊണ്ടിരിക്കുക. ആകയാൽ അവ വിട്ട് തിരിഞ്ഞിട്ട് ജീവനുള്ള എങ്കലേക്ക് നിന്റെ തലയുയർത്തി നോക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ കേൾക്കാത്ത ഒരു ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം കേട്ടപ്പോൾ, സ്തോത്രം, അപ്പൻ്റെ ദൈവങ്ങളെ വിട്ടേച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചതുകൊണ്ട്, സ്തോത്രം, വചനം പറയുന്നു, ആ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവം അവന് നീതിയായി ഒരു കണക്കിട്ടു. സ്തോത്രം. മക്കളില്ലാതെ ഇരുന്ന അബ്രഹാമിന് അസാധ്യമെന്ന് പറഞ്ഞ സാഹചര്യത്തിന് നടുവിൽ തലമുറയെ കൊടുത്ത് മാനിപ്പാൻ സർവശക്തന് മനസ്സലിവ് തോന്നിയെങ്കിൽ, ധനാട്യനായിരുന്ന ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത കുലജാതനായ, സ്തോത്രം, യഹൂദനായ സകല ന്യായങ്ങളും സകല തത്വങ്ങളും പഠിച്ച, സ്തോത്രം, പഞ്ചഗ്രന്ഥത്തെ അരച്ച് കലക്കി കുടിച്ച് ദേശത്തിൻ്റെ ധനാട്യനായി വാണിരുന്ന പൗലോസ് ദൈവത്തിൽ ആകൃഷ്ടനായിട്ട് ദൈവിക ഭ്രാന്ത് ഉള്ളിൽ കയറിയിട്ട്, സ്തോത്രം, യേശുവിനെ സാക്ഷീകരിക്കുന്നവരെ കൊന്നുമുടിക്കുവാൻ ആലയത്തിലുള്ള പ്രമാണിമാരുടെ കരങ്ങളിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ച് പട്ടണങ്ങൾ തോറും നടന്നവനായിരുന്ന പൗലോസിനെ ദൈവം പിടിച്ചപ്പോൾ, സ്തോത്രം, ലോകത്തുള്ള ധനവും മാനവും സമ്പത്തും ചപ്പും ചവറും എന്നെണ്ണിയിട്ട് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ലോകത്തിനും ദേശത്തിനും ഒരു അപവാദമായി മാറിയവൻ, സ്തോത്രം, ആ മാറിയ പൗലോസ്, സ്തോത്രം, ദൈവത്തിന് അഭിമാനമായി മാറുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പൗലോസിനെ തകർക്കുവാൻ പ്രമാണിമാർ എഴുന്നേറ്റു വന്നത്. ഈ നല്ല പകലിൽ കുഞ്ഞെ, നിന്നോട് ദൈവാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. നിന്നെ ദൈവം കണ്ടത് നിന്നെ മാത്രമല്ല, നിൻ്റെ തലമുറയെയും കണ്ടിട്ടുണ്ട്, നിൻ്റെ കൂട്ടാളിയെയും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇന്നലകളിൽ നീ കണ്ണുനീരോടെ നിലവിളിച്ച് കരഞ്ഞില്ലേ? അയ്യോ അപ്പാ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ നാളെയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, എൻ്റെ കൂട്ടാളിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയില്ല, എൻ്റെ മുമ്പിൽ എനിക്കൊരു വഴി പറഞ്ഞു തരാൻ ആരുമില്ലെന്ന് നീ നിലവിളിച്ച് കരഞ്ഞപ്പോൾ, ആ നിലവിളി കേട്ടിട്ട് പലരും കേൾക്കാതെ കാണാതെ പോയി. പലരും നിൻ്റെ അടുക്കൽ വന്നിട്ട് കഷ്ടമെന്ന് പറഞ്ഞ് പിൻവാങ്ങിപ്പോയി. പലരും നിൻ്റെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കാൻ വന്നിട്ട് നിൻ്റെ ബാധ കണ്ട് മാറിപ്പോയി. എന്നാൽ മാറിപ്പോകാത്തവനായ കർത്താവ് നിന്റെ ശൂന്യാവസ്ഥയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ കരം പിടിച്ച് നിന്നെ ഉയർത്തി ഇവിടുത്തോളം കൊണ്ടുവന്നെങ്കിൽ, ഈ നല്ല പകൽക്കാലം കുഞ്ഞെ വിശ്വസിക്ക്, ലോകത്തിലെ ഒരു മനുഷ്യനും ചെയ്തെടുപ്പാൻ കഴിയാത്ത ഒരു മഹത്വത്തിലേക്ക് കർത്താവ് നിന്നെ, നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. അത് നിനക്കറിയത്തില്ലെങ്കിലും ഈ ലോകത്തെ വാഴുന്ന പിശാചിനറിയാം. അതുകൊണ്ടാണ് നിനക്കെതിരെ അവൻ പോരാടുന്നത്. എന്നാൽ ഈ നല്ല പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, പിശാച് നിങ്ങളെ ജയിക്കുകയില്ല. പിശാച് നിങ്ങളെ ജയിക്കുകയില്ല. പിശാചിൻ്റെ കരത്തിൽ നിങ്ങളെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. ഇവിടെ പൗലോസിനോടും പറയുക, പൗലോസേ, ദേശം മുഴുവനും നിനക്കെതിരായി എഴുന്നേറ്റിരിക്കുന്നു, നിന്നെ അവർ ന്യായാധിപ സംഘടന നടുവിൽ നിർത്തും, അതുകൊണ്ട് നീ ഭയപ്പെടരുത്.
നീ ഇവിടെ ആയിരിക്കുന്നത് പോലെ അടുത്ത നാളിൽ റോമിലും നിൽക്കും. സ്തോത്രം. എന്നാൽ നിർത്താതെ ഇരിക്കുവാൻ ദേശത്തെ പ്രമാണിമാർ സ്തോത്രം ആരോടാണ് പറഞ്ഞിട്ട് പോയെന്നറിയാമോ? പുരോഹിതന്മാരോട്. സ്തോത്രം. പുരോഹിതന്മാരോട് വന്ന് പറയുക, നിങ്ങൾ തടസ്സം നിൽക്കരുത്, യവനെ ഞങ്ങൾ കൊല്ലും. അതിൻ്റെ കാരണം പ്രമാണിമാരുടെ ലാഭം പോയി. ഒന്ന്, ഹോസ്പിറ്റലിൻ്റെ ലാഭം പോയി. രണ്ട്, സ്വത്രം പൈസ പോയി. കൂട്ടുപലിശ വാങ്ങിച്ച് ജീവിച്ചിരുന്നത് അതും പോയി. സ്വത്രം. എങ്ങനെയാ ഹോസ്പിറ്റലിൻ്റെ ലാഭം പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം അവിടെ കാണാൻ കഴിയും. സ്തോത്രം. ഒരു തളർവാദ രോഗി, സ്തോത്രം, അവനെ തകർന്ന് അവന് ജീവിതത്തിൽ ഒരു മുന്നേറ്റവുമില്ലാതെ അവൻ വല്ലാത്ത കഷ്ടത്തിൽ കിടന്നപ്പോൾ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ട് സൗഖ്യമാക്കുന്ന ഒരു യേശുവുണ്ട്. സ്തോത്രം. സൗഖ്യമാക്കുന്നൊരു യേശുവുണ്ട്. ആ യേശുവിനല്ലാതെ നിൻ്റെ ശാപത്തെയും പാപത്തെയും നീക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. സ്തോത്രം. എന്നിട്ട് പറഞ്ഞ്, മറ്റൊന്നിലും രക്ഷയില്ല മോനെ, മറ്റൊരുവനെ കൊണ്ട് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഞാൻ സേവിക്കുന്ന യേശുവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയൂ എന്ന് പൗലോസ് ഉച്ചത്തിൽ പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് തളർവാദ രോഗി മാനസാന്തരപ്പെട്ടു. സ്തോത്രം. അവൻ ലോകത്തെ ഉയർത്താതെ അവൻ യേശുവിനെ ഉയർത്താൻ തുടങ്ങി. രോഗിക്ക് വൈദ്യനായ ഒരുവനുണ്ട്, അത് പൗലോസിൻ്റെ ദൈവമാ. ആ പൗലോസിൻ്റെ ദൈവം എന്നെയും സൗഖ്യമാക്കി. ആകയാൽ വരുവിൻ, കർത്താവിനോട് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിപ്പീൻ എന്നാ തളർവാദ രോഗി ലോകത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗം കേട്ട പലരും പൗലോസിൽ നിന്ന് ദൈവവചനം കേൾക്കേണ്ടതിന് അവൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടി. ദൈവവചനം കേട്ടവർ പാപത്തെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പൗലോസിനോട് കൂടെ കൂടി. അത് കണ്ടപ്പം സ്തോത്രം തങ്ങളുടെ ധനത്തിൻ്റെ ലാഭം പോയി എന്ന് മനസ്സിലാക്കിയ ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും ഒടുവിൽ എവിടെ ചെന്നെത്തി? ഇവനെ ഇങ്ങനെ പ്രസംഗിക്കാൻ വിട്ടാൽ, ഇവനെ ഇങ്ങനെ ദേശത്ത് വിട്ടാൽ നമ്മൾ ശപിക്കപ്പെടും, അവൻ ഉയർത്തപ്പെടും, അവൻ സേവിക്കുന്ന ദൈവം ദേശത്തിൽ മാനിക്കപ്പെടും. സ്തോത്രം. എല്ലാവരും അവങ്കലേക്ക് തിരിയും എന്ന് മനസ്സിലാക്കിയ യഹൂദന്മാരും പ്രമാണിമാരും ഒരുമിച്ച് ശപഥമെടുത്തു, ഈ പൗലോസിനെ കൊന്നുകളക. അവൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ വചനം ദേശത്ത് ഉയർത്താൻ സമ്മതിക്കാതിരിക്കുക. ഇന്ന് പകലിൽ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ തിരുവഴുത്തുമായി നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ ദേശത്തുകൂടെ നടന്നു വരുമ്പോൾ നിന്നെ കാണുന്നവർ പലരും നിന്നെ കളിയാക്കുന്നുണ്ടായിരിക്കും. അത് നിൻ്റെ കാതുകൾ നീ കേൾക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം. നിൻ്റെ മക്കളെ ചൊല്ലി കുറ്റം പറയുന്നുണ്ടായിരിക്കും, നിൻ്റെ കൂട്ടാളിയെ ചൊല്ലി പരിഹസിക്കുന്നുണ്ടായിരിക്കും, നിൻ്റെ ജീവിതം ഒരിക്കലും ഉയർത്തത്തില്ലെന്ന് പറഞ്ഞ് പരസ്യമായി നിനക്കെതിരെ വാതുകെട്ടി എഴുന്നേറ്റ് വരുന്നുണ്ടായിരിക്കും. എന്നാൽ കുഞ്ഞേ, എൻ്റെ കർത്താവ് പറയുകയാണ്, ഒരനർത്ഥവും നിനക്ക് വരുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിൻ്റെ കരത്തിൽ ഞാൻ നിന്നെ കാത്ത് പരിപാലിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ലോകത്തിൽ ആരൊക്കെ നിനക്കെതിര് നിന്നാലും, ലോകത്തെ അധിപതികൾ മുഴുവനും നിന്നോട് പോരാടിയാലും ഒടുവിൽ കുഞ്ഞെ വിജയം നിനക്കായിരിക്കും. അതുകൊണ്ട് മടുത്തു പോകാതെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഡോക്ടറെ അടുക്കലല്ല പോകേണ്ടത്. രോഗം വരുമ്പോൾ ഡോക്ടറെ അടുക്കലല്ല നീ പോകേണ്ടത്. പിന്നെയോ ദൈവത്തിൻ്റെ മുഴങ്കാലുമടക്ക്. സർവശക്തനായ ദൈവം നിനക്ക് സൗഖ്യം മാത്രമല്ല, നിനക്ക് നഷ്ടപ്പെട്ട നന്മയും മടക്കിത്തരും. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എൻ്റെ കർത്താവ് എത്ര നല്ലവനാ. സ്തോത്രം. നോക്ക്, പൗലോസ് പട്ടണം തോറും തന്നെ വീണ്ടെടുത്ത കർത്താവിനെ ഉയർത്തി. സ്തോത്രം. അങ്ങനെ ഉയർത്തുമ്പോൾ സ്തോത്രം, ലൂദിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി, സ്തോത്രം, ലൂദിയ എന്ന് പറഞ്ഞൊരു സഹോദരി അവരുടെ പുറകെ നടന്ന്, സ്തോത്രം, ഇതാ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ അവർ സത്യസുവിശേഷം പ്രസംഗിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്തോത്രം. നോക്ക്, നാട് മുഴുവനും പൗലോ
പൗലോസിനെ തകർക്കാൻ പദ്ധതിയിടുമ്പോൾ ഒരു സഹോദരി പുറകെ നടന്ന് പബ്ലിസിറ്റി ചെയ്യുക. സ്വത്രം 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 സ്വത്രം. പൗലോസോ ആരും അറിയാതെ ദൈവത്തിൻ്റെ സന്നിധി നിന്നുകൊണ്ട് ചിലരെയൊക്കെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുക. എന്നാൽ ആ സഹോദരി നോയിക്കേ പുറകെ നടന്ന് വിളിച്ചു പറയാ, ഇവരാണ് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. കുഞ്ഞേ, മറ്റാരെ കണ്ടാലും കുറ്റം പറയത്തില്ല, പക്ഷെ നിന്നെ കണ്ടാൽ കുറ്റം പറയും. കാരണം നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ടാണ് നിന്നെ കുറ്റം പറയുന്നത്. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് കൊണ്ടാ നിന്നെ കുറ്റം പറയുന്നത്. നിന്റെ വിശ്വാസത്തിൽ നീ തകർന്നു പോകാതെ ഇരിക്കുന്നത് കൊണ്ടാ നിന്നെ തകർക്കാൻ പിശാച് പദ്ധതി ഇടുന്നത്. അത് കണ്ടിട്ട് നീ ഭയപ്പെടണ്ട. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ചപ്പോഴും പടക് തകർന്ന് കടലിൽ കിടക്കുന്ന പൗലോസിനോട് സ്വർഗം ഇറങ്ങി വന്ന് പറഞ്ഞു, പൗലോസേ, നീ ഈ കാഴിയുടെ അഗാധങ്ങളിൽ തകർന്നു പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. നീ തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. പൗലോസിന് മനസ്സിലായി, ഈ സഹോദരി സ്വബോധത്തിലല്ല ഇത് വിളിച്ചു പറയുന്നത്, അവളിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ ശക്തിയാല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പിശാച് സ്വത്രം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിന്നെ ഇപ്പോൾ കടിച്ചു കീറും, നിന്നെ ഇപ്പോൾ തകർക്കും, നിന്നെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞല്ല. സ്വത്രം ഇതുപോലെ ചില നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അടുത്ത് വരും. അടുത്ത് വന്നിട്ട് തനി സ്വഭാവം കാണിക്കും. സ്വത്രം ഈ നല്ല പകലിൽ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവയോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ടി വിയിലും അതുപോലെ തന്നെ മൊബൈലിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നാം സുവിശേഷത്തോടെ ബന്ധത്തിൽ കാണാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, കാണുന്നതെല്ലാം സത്യമല്ലെന്നോർക്കണം. സ്തോത്രം. കാണുന്ന സൗഖ്യങ്ങളെല്ലാം സത്യമല്ലെന്നോർക്കണം. സ്തോത്രം. കാണുന്ന ആത്മീയ ആരാധനയൊന്നും പലതും സത്യമല്ലെന്നോർക്കണം. സത്യമുള്ള ആരാധന അത് സത്യത്തിലും ആത്മാവിലുമാ. അത് സുബോധത്തിൻ്റെ ആരാധനയാ. സ്തോത്രം. അത് വേഷം കെട്ടി ട്രെയിൻ ചെയ്ത് പ്രകടിപ്പിച്ച് മറ്റൊരു മുമ്പിൽ നമ്മെ മായച്ചന്തയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പല ആരാധനകളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മൊബൈലിനകത്തൂടെയും ടി വിക്കകത്തൂടെയും ഒക്കെ ഇങ്ങനെ കാട്ടി നമ്മെ അങ്ങോട്ട് ആകർഷിക്കും. സ്തോത്രം. അതിൻ്റെ പുറകെ നാം പോയാൽ നമ്മളുള്ള വിശ്വാസവും പോകും, നമ്മളുടെ പ്രത്യാശയും പോകും, നമ്മുടെ പണവും പോയി കിട്ടും. സ്തോത്രം. നമ്മുടെ സമയവും പോയി കിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഹൃദയത്തിനകത്ത് ഇടപെടുന്ന ആ ആലോചന പ്രകാരം നീ ദൈവത്തിൻ്റെ സന്നിൽ വിശുദ്ധിയിലും വേർപാടിലും സ്തോത്രം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നിടത്ത് നീ പോയാലുണ്ടല്ലോ, നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ ദേശത്ത് തല ഉയർത്തി നിൽക്കാൻ ദൈവം നിന്നെ സഹായിക്കും. സാധാരണ വ്യക്തിയല്ല ലുദിയ. സ്തോത്രം. ലുദിയെ സംബന്ധിച്ചിടത്തോളം ലുദിയയ്ക്ക് പുറകിൽ ഒത്തിരി ധനാട്യന്മാർ ഉണ്ട്. സ്തോത്രം. ലുദിയയുടെ പിൻപിൽ കുറേ ധനാട്യന്മാരുണ്ട്. അതിൻ്റെ ബലത്തിലാണ് അവൾ രക്താംബരം വിറ്റ് പട്ടണത്തിനകത്ത് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക. സ്വത്രം സ്വത്രം. ഈ ദേശത്തെ അടക്കി വാഴുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. സ്വത്രം. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നടന്നു പോകുമ്പം ഇങ്ങനെ കൊമ്പും വെച്ച് കയ്യിൽ നഖവും നീട്ടി ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ ഭീമാകാരമായ രൂപങ്ങൾ നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികളാണ്. അതിനെ സേവിക്കാൻ നീ പോയാ ആ പിയായി നിൻ്റെ കൂടെ വരും. നിൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നിനക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാകത്തില്ല. പക്ഷെ പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഇങ്ങു വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന. സ്വത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ജീവനില്ലാത്തതിനെ സേവിക്കുന്നവൻ അതുപോലെ ജീവനില്ലാതായി പോകുമെന്ന്. സ്തോത്രം. എന്നാൽ ജീവനുള്ള ദൈവത്തെ സേവിച്ചാൽ നീ ഉയർച്ച പ്രാപിക്കുമെന്ന്. സ്തോത്രം.
സ്തോത്രം. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്നതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്തോത്രം. ചില ദിവസങ്ങളിൽ, കാരണം എനിക്കറിയാം ഈ കർത്തവാവ് ദിവസം എന്ന് പറഞ്ഞ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കർത്തവാവിൻ്റെ അന്ന് സ്തോത്രം പിശാചിന് ഭയങ്കര ശക്തിയാകും സ്തോത്രം. ആ കർത്തവാവിൻ്റെ അന്ന് ആരോ ഈ ചുമന്ന ഈ കുന്നിക്കുരു അത് വാരി ഇങ്ങനെ എറിയുമ്പോഴാണ് സ്തോത്രം മസൂരി വരുന്നത്. അതുകൊണ്ട് ആ ദിവസം നിങ്ങളാരും പുറത്തിറങ്ങരുത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞങ്ങളുടെ കുഞ്ഞുനാളുകൾക്ക് ഞങ്ങളുടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ദൈവമാണ് അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ല. സ്തോത്രം. രോഗം കൊണ്ടുവന്ന് അവന് നല്ല അടി കൊടുത്തിട്ട്, മക്കളെ ഞാനാ നിന്നെ അടിച്ചത്, നീ എൻ്റെ അടുക്ക വരാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചത്, അതുകൊണ്ട് വന്ന് ഞാൻ നിനക്ക് തടവിത്തരാം എന്ന് പറയുന്നവനല്ല എൻ്റെ ദൈവം. എൻ്റെ കർത്താവ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവനല്ല. സ്തോത്രം. നിനക്കൊരു കഷ്ടം വന്നാൽ, നിനക്കൊരു പ്രതികൂലം വന്നാൽ, നിനക്കൊരു പ്രതിസന്ധി വന്നാൽ ഓടി വന്ന് നിന്റെ ചാരത്ത് നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയണ്ട എന്ന് പറയുന്നവനാ എൻ്റെ കർത്താവ്. സ്തോത്രം. ലുദിയയുടെ കൂടെ വ്യാപരിച്ചിരുന്ന പൈശാചിക ശക്തികളായ ധനാട്യന്മാർ സ്തോത്രം ലുദിയയുടെ മാനസാന്തരം കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി. സ്തോത്രം. അവർ അമ്പരന്നുപോയി. സ്വത്രം. എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറയട്ടെ. കോട്ടയത്ത് ഞങ്ങളൊരു കൺവെൻഷൻ നടത്തുവാനായി പോയി. അന്ന് ആശാരി ഉപദേശിയാണ് അവിടെ പ്രസംഗിക്കുന്നത്. ഞാൻ അന്ന് ആശാരി ഉപദേശിയോടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ്, കോട്ടയത്തെ അമ്മണി എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിൽ സന്ധ്യ മയങ്ങുമ്പോഴും രാവിലെയും മദ്യപിച്ചുകൊണ്ട് കഞ്ചാവും കള്ളും വിറ്റ് നടന്നൊരു അമ്മണി ആശാരി ഉപദേശിയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. സ്വത്രം. മാനസാന്തരപ്പെട്ടപ്പോൾ സ്വത്രം അവിടെയുള്ള കള്ളുകുടിയന്മാർക്ക് അത് അത്ര സുഖിച്ചില്ല. സ്വത്രം. കാരണം അവളെ കൊണ്ട് പാപം ചെയ്യിച്ച് സ്വത്രം അവളിൽ നിന്ന് പലതും പിടിച്ചു വാങ്ങിച്ച് കള്ളും കഞ്ചാവും വാങ്ങിച്ച് തങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അനേക സഹോദരന്മാരെ, അനേക ലോഡിംഗ് തൊഴിലാളികളെ, അനേകം കൂലിവേലക്കാരെ നന്മ പിടിച്ചു പറിച്ച് തൻ്റെ സന്തോഷത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി അവരോടുകൂടെ ശയിച്ചിരുന്നവൾ മാനസാന്തരപ്പെട്ടപ്പോൾ സ്വത്രം അതിന് കാരണക്കാരനായ ആശാരിവിശ തല്ലണമെന്ന് പറഞ്ഞു. സ്വത്രം. ആരടാ അവളെ മാനസാന്തരപ്പെടുത്ത്, അവനെ ഇഞ്ഞ് പിടിച്ചോണ്ട് 4 കൊടുത്തിട്ട് അവനെ വിട്ടാൽ മതി. സ്വത്രം. ആ സഹോദരി പറഞ്ഞു, തൊട്ടുപോകരുത്, തൊട്ടാ നീ വിവരമറിയും. കാരണം ഇന്നലെ വരെ ഞാൻ പാപത്തിൽ ജീവിച്ചവളാ. എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ഒരുത്തന്മാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ആ മനുഷ്യനെ ദൈവം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ പ്രസംഗിച്ച ദൈവത്തിന് മാത്രമേ പാപത്തെയും ശാപത്തെയും മോചിക്കാൻ കഴിയത്തുള്ളൂ. ആർക്കും കൊണ്ട് ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ പൈതലെ ജീവിക്കും, വിട്ടുപോ പിശാച് എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ സഹോദരനല്ല അവർക്ക് ദേഷ്യം തോന്നിയത്. ആശാരി ഉപദേശിയെ എവിടെ വെച്ച് കണ്ടാലും അടിക്കും, കൊല്ലും. ഉപദേശി സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മോനെ ഞാൻ എങ്ങും ഒളിച്ചോടിയിട്ടില്ല, ഞാൻ അങ്ങനെ ഓടത്തുമില്ല. മരണമാണെങ്കിൽ ഇവിടെ മരിച്ചു വീഴുന്ന എനിക്കിഷ്ടം, ജീവനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസംഗിക്കും. സ്വത്രം. പല സ്റ്റേജുകളിൽ സ്തോത്രം വെല്ലുവിളിച്ചുകൊണ്ട് പലരും വന്നു. പക്ഷെ ഉപദേശി തളർന്നില്ല. എല്ലാ വഴികളും തൻ്റെ മുമ്പിൽ കൊട്ടിയടച്ചിട്ടും ഉപദേശി തൻ്റെ പ്രസംഗം നിർത്തിയില്ല. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, ഒരു ദേശം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും സ്തോത്രം, കുടുംബക്കാർ മുഴുവനും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും സ്തോത്രം, അധികാരി വർഗം മുഴുവനും നിന്നെ തടഞ്ഞു വെച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നീ തല ഉയർത്തും. നിന്റെ തലയെ താഴ്ത്തുവാൻ ഒരു പിശാചിനും കഴിയാത്തതുപോലെ
ഒടുവിൽ നീ ഉയർന്നു നിൽക്കും. സ്തോത്രം. നിന്റെ തലമുറ ഉയർന്നു നിൽക്കും. നിന്റെ കുടുംബം ഉയർന്നു നിൽക്കും. കുഞ്ഞ്, ഇന്നിത്തിരി കഷ്ടമുണ്ട്. സ്തോത്രം. ഇന്നിത്തിരി വേദനയുണ്ട്. ഇന്നിത്തിരി ഞെരുക്കമുണ്ട്. സ്തോത്രം. ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന ഒരു നന്മ ഉണ്ടായെന്ന് വരത്തില്ല. നിന്റെ ശരീരം മുഴുവൻ രോഗം ബാധിച്ചിട്ട് നീ പലപ്പോഴും നീറിയ കഴിയുന്നെന്ന് ഒരു പക്ഷെ നിനക്ക് തോന്നാം. എല്ലാ കാലത്തിലും ആ രോഗം നിന്റെ മേൽ ഇരിക്കത്തില്ലെന്ന് നീ വിശ്വസിക്ക്. എല്ലാ കാലത്തിലും നിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കത്തില്ലെന്ന് നീ വിശ്വസിക്ക്. എല്ലാ കാലത്തിലും നീ ഇങ്ങനെ കഷ്ടത്തിൽ കിടക്കുമെന്ന് നീ വിശ്വസിക്കണ്ട. കർത്താവ് നിന്നെ ഉയർത്തും. കാരണം എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ധാരാളം നന്മയുണ്ട്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ നീ ആഗ്രഹിക്കുന്ന അളവിൽ തരുവാൻ ഉണ്ട്. എൻ്റെ കർത്താവ്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കാരണം നിൻ്റെ ഉറക്കത്തെ കെടുത്തുന്ന, നിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന പിശാച് നിന്നോട് പോരാടുമ്പോൾ എൻ്റെ കർത്താവ് ഉറങ്ങിയിരുന്നാൽ, മയങ്ങിയിരുന്നാൽ നീ തകർന്നു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് മയങ്ങാതെ ഉറങ്ങാതെ നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നീ ദൈവത്തിന് മുഴുമഹത്വം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിനെ കൂട്ടം കൂടി തകർക്കുവാൻ പദ്ധതിയിട്ട് പുരോഹിതന്മാരുടെ അനുവാദം വാങ്ങിച്ചിട്ട് നാളെ രാവിലെ അവനെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ട് തന്നാൽ മതി, അവനെ ന്യായവിസ്താര കോടതിയിലേക്ക് ഞങ്ങൾ വിടത്തില്ല, ഞങ്ങൾ അവനെ വഴിയിൽ വെച്ച് കൊന്നുകളയും. സ്വത്രം. പ്രിയ ദൈവ പൈതലേ, നിന്നോട് ശത്രു ഇത്തരത്തിലല്ലേ പോരാടുന്നത്? സ്വത്രം. നീ ഒരിക്കലും ഉയരരുത്. നിൻ്റെ മക്കളൊരു നന്മ കാണരുത്. നിൻ്റെ കൂട്ടാളി സന്തോഷത്തോടെ ദേശത്ത് നിൽക്കരുത്. നിൻ്റെ ഭവനത്തിനകത്ത് നന്മ ഉണ്ടാകരുത്. അതിന് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാക്കി പിശാച് കൊണ്ടുവന്ന് വാദിക്കാമോ അതെല്ലാം നിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. സ്തോത്രം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. പെന്തിക്കോസിൽ പോയത് കൊണ്ട് നിനക്കൊരാനുകൂല്യവും ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ. സ്തോത്രം. പെന്തിക്കോസിൽ പോയത് കൊണ്ട് സഭയുടെ ഒരു നന്മയും തരത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കൂട്ടരുണ്ട്. സ്വത്രം. പെന്തിക്കോസിനകത്ത് ഹല്ലേലൂയ പറയാൻ പോയത് കൊണ്ട് നിന്റെ മക്കൾ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട്. സ്വത്രം. പെന്തിക്കോസിൽ പോയത് കൊണ്ട് ഈ കഷ്ടം ഒരിക്കലും മാറല്ലെന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉയർച്ച വേണോ തകർച്ച മാറണോ? അത് ദൈവത്തിൻ്റെ സന്നിധി പോയാലേ പറ്റത്തുള്ളൂ. ലോകത്തിൽ കാണുന്നതിന് പുറകെ നീ പോയാൽ അല്പകാലം കഴിയുമ്പം അതെല്ലാം നീങ്ങിപ്പോകും. നീ ശൂന്യതയിലേക്ക് വീഴും. നിന്നെ സഹായിപ്പാൻ ആരും ഉണ്ടാവത്തില്ല. സ്തോത്രം. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. പലരും ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ പോകുന്നത് ദൈവമഹത്വം കാണണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. സ്തോത്രം. അവിടെ ചെന്നാൽ വീട് കിട്ടും, അവിടെ ചെന്നാൽ കോഴിയെ കിട്ടും, അവിടെ ചെന്നാൽ സ്തോത്രം എന്തോ കിട്ടും, കഞ്ഞി കിട്ടും. വീടിനകത്ത് വേണ്ടുന്ന വല്ലതും കിട്ടുമോ? ഇല്ല. സ്തോത്രം. കഞ്ഞി കിട്ടും, അതെന്നും കിട്ടുമോ? ഇല്ല. സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നിന്നെ കോഴിയെ തന്ന് ആടിനെ തന്ന് വീട് തന്നെ കെട്ടിയിടുക അല്ലാതെ നീയും നിൻ്റെ തലമുറയും ദൈവമഹത്വം കാണത്തില്ല. ആ കോഴിയുടെ പേര് പറഞ്ഞ്, ആടിൻ്റെ പേര് പറഞ്ഞ്, സ്വത്രം കഞ്ഞിയുടെ പേര് പറഞ്ഞ് എന്നും നീ അടിമയായി അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കുഞ്ഞെ, ലോകത്തിന് നന്മയുടെ പുറകെയല്ല നീ പോകേണ്ടത്. ദൈവവചനം കേട്ട് അതനുസരിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്. നീ ഒരിക്കലും തോറ്റുപോകത്തില്ല. കൂട്ടുകാരിൽ പരമായി സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തും. ഒരു പാസ്റ്റർ നിങ്ങളെ ഉയർത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിക്കപ്പുറം ഉയർത്തത്തില്ല. സ്വത്രം. സഭ നിങ്ങളെ ഉയർത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിക്കപ്പുറം ഉയർത്തത്തില്ല. സ്വത്രം. എന്നാൽ ദൈവം നിങ്ങളെ ഉയർത്താൻ ശ്രമിച്ചാൽ ലോകത്തിൽ
ഉന്നതങ്ങളിൽ നിന്നെ കൊണ്ടെത്തിക്കും. സ്തോത്രം. അതുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ നീ ആയിരിക്കുമ്പോൾ പിന്നത്തേതിൽ നീ കാണാൻ പോകുന്ന താഴ്ചയല്ല, ഉയർച്ചയായിരിക്കും. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, നിന്നെ തകർക്കുവാൻ പിശാചലർന്ന സിംഹം പോലെ വായ് പിളർന്നുകൊണ്ട് ഊടാടി സഞ്ചരിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പിശാചിനെ ജയിക്കണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാറിയിരുന്ന് പോയിരുന്ന് ഉപവസിക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ നല്ല പകൽക്കാലം ഉപവസിക്കുന്ന ദൈവ പൈതലേ, ഉപവാസത്തിൻ്റെ 5-ാം പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, സ്തോത്രം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിക്കുന്നെങ്കിൽ ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ. കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 55 താഴോട്ട് വായിച്ചാൽ അവിടെ വ്യക്തമായി കാണാൻ കഴിയും. നിന്നെ തകർക്കും, നിന്നെ മുടിക്കും, നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ ആശ്രയിക്ക്. പൗലോസിനെ തകർക്കുമെന്ന് പറഞ്ഞ സകലമാന ജനവും തല കുനിച്ച് നിൽക്കുമ്പോൾ പൗലോസ് സന്തോഷത്തോടെ റോമിൽ പോയി പ്രസംഗിച്ചെങ്കിൽ പൗലോസിനെ കുറ്റം വിധിക്കുവാൻ വേണ്ടി, പൗലോസിനെ ദേശത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടി ലുദിയായെ ദൈവം മാനസാന്തരപ്പെടുത്തി അവളുടെ വീടിനകത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ലുദിയെ ദൈവം എടുത്തെങ്കിൽ കുഞ്ഞെ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് സ്വത്രം ലോകത്തിന് മുമ്പിൽ പരസ്യ കൊലമായി തല കുരിച്ച് നടക്കാനല്ല. നിന്നെ നിന്ദിച്ചവിടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവിടെ മുമ്പിൽ, നിന്റെ കുഞ്ഞുങ്ങളെ ഒറ്റപ്പെടുത്തിയ മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ഞാൻ സേവിച്ച ദൈവം എന്നെ ഉയർത്തിയെന്ന് പറയിക്കാൻ വേണ്ടിയാ. ആകയാൽ ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്നാരാഞ്ഞ് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തോടുകൂടെ നടക്കാൻ ശ്രമിച്ചാൽ, മലാക്കി പ്രവാചക പുസ്തകത്തിൽ പറയുന്നത് പോലെ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദേശത്ത് ദൈവത്തിന് സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് നിന്നെ സഹായിക്കും. ഇത് അന്ത്യകാലമാണ്. സ്വത്രം. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് സർവശക്തനായ ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ, പ്രിയ ദൈവ മക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ആ ഒരു കൃപ നൽകിയത് പോൾ പാസ്റ്റർ അല്ല കേട്ടോ. അവർക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം നൽകിയത് പോൾ പാസ്റ്റർ അല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തെ മാറ്റി നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം തന്നത് പോൾ പാസ്റ്റർ അല്ല കേട്ടോ. നിങ്ങൾക്കതൊക്കെ നൽകി തന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാ. അതിനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്കായി നിൽക്കുന്നത്. എന്നാൽ കർത്താവ് നിങ്ങളെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന സ്ഥാനത്ത് നിന്ന് ഒരിക്കലും പിന്മാറി പോകാതെ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്ക്. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. നമ്മെ ലജ്ജിപ്പിക്കാതെ നിത്യതയോളം എത്തിക്കാമെന്ന് പറഞ്ഞ ആ കർത്താവിനോട് ചേർന്നിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ,